السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله مولانا العظيم وصدق وبلغ نبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്യങ്ങളെ, അഭിവന്യ സുഹൃത്ത് മൊയ്നുദ്ദീൻ ഫൈലി അവറുകളെ, പ്രിയങ്കരരായ നാട്ടുകാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, ഉമ്മമാരെ, അല്ലാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകായിരം ജനങ്ങളെ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ സാധുക്കളായ നമ്മെയും നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് എത്തുക ചൊല്ലി സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർത്തും അവിചാരിതമായാണ് ഇന്ന് ഈ വേദിയിൽ
സംബന്ധിക്കുവാനുള്ള അവസരമുണ്ടായത്. അള്ളാഹുവിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാവിലെ വരെ ഇങ്ങനൊരു പരിപാടി പ്രതീക്ഷിച്ചതല്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അഭിവന്ദരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു വേദിയെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അർഹമുറാഹിമീനായ റബ്ബ് നാഫിയായ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മളോട് സംസാരിക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് അവറുകൾ എത്തൂല എന്ന് സംഘാടകർ അറിയിച്ചപ്പോഴാണ് ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട SKSSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണത്തിൽ റമളാനും വിശുദ്ധമായ ഖുർആനും റമളാനിൽ ചെയ്യേണ്ട ഇബാദത്തുകളെപ്പറ്റിയും സാധു സംരക്ഷണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയുമൊക്കെ വളരെ ലളിതമായ ശൈലിയിൽ വളരെ വിശാലമായി നമ്മളോട് സംവദിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി. റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മളോട് വിട പറഞ്ഞു. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച റഹ്മത്തിൻ്റെ 10 കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. ഇനി നാം നിലനിൽക്കുന്നത് പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10-ലാണ്. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കേണ്ട 10 ദിനരാത്രങ്ങൾ അടിമകളാകുന്ന നമ്മുടെ മുമ്പിൽ വന്നിട്ട് അത് ഉൾക്കൊള്ളുവാനും അള്ളാഹുവിലേക്ക് ഒരു നേരമെങ്കിലും ഖേദിച്ചു മടങ്ങുവാനും കഴിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മളൊക്കെ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുമ്മ ഗുഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ധാരാളമായി ചൊല്ലാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും നമ്മുടെ ലക്ഷ്യവും ഒന്ന് വിവരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ഒരു ലക്ഷ്യമല്ലാതെ അള്ളാഹുവിനെ ഇതിൻ്റെ പിന്നിൽ ഒന്നുമില്ല. ലോകത്ത് അള്ളാഹു ഒരുപാട് സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചു, ഒരുപാട് ജീവികളെ അള്ളാഹു സൃഷ്ടിച്ചു, സസ്യലലാദികളെ അള്ളാഹു സൃഷ്ടിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിവേകമുള്ള ബുദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗമാണ് പരിശുദ്ധരായ മനുഷ്യർ. മനുഷ്യന്റെ ചില കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ നമ്മളൊക്കെ ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കാനുള്ളവരാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിനെ പരമാവധി അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അടിമകൾക്ക് സാധിക്കണം. അപ്പോഴാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, ലയിൻ ശകർതും ലഅസീദന്നകും വലയിൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. ലയിൻ ശകർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ. വല്ലാത്തൊരു വാക്കാണ് നന്ദി എന്ന വാക്ക്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന രൂപം എങ്ങനെയാണ്? അള്ളാഹു ഒരു മനുഷ്യന് ചെയ്ത നിഅമത്തിന് എത്ര കാലം നമ്മൾ ഇബാദത്ത് ചെയ്താലും അള്ളാഹു ചെയ്ത ഒരു നിഅമത്തിന് പകരമാവുകയില്ല മുഅ്മിനീകളെ. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുവാനും കഴിയുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുപോലും ഫലം അനുഭവിക്കുന്നവൻ. അള്ളാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചുവല്ലോ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താ പറഞ്ഞത്? ആരെങ്കിലും വിശ്വസിച്ചവനായും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു നോമ്പ് നോറ്റാൽ, പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവേ, ഞാൻ ചെയ്യുന്ന ഈ ഇബാദത്തിന് നീ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന അടിമയുടെ തേട്ടമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണേ, ഇതിന്റെ പ്രതിഫലം നീ നൽകണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. നോമ്പെന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റാൽ വിശ്വസിച്ചവനായും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നാട്ടുകാർ കാണണമെന്നോ എന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ വലിയ നോമ്പുകാരനാണെന്ന് അറിയണമെന്നോ ചിന്തയില്ലാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരൊറ്റ നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ കാലത്തെ ചെറിയ ദോഷങ്ങൾ മുഴുവനും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്, ആ മനുഷ്യന് പൊറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന് വേണ്ടി അടിമകൾ അവന്റെ ജീവിതത്തെ മാറ്റിവെച്ചാൽ അതാണ് അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പോയിന്റ്. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങളെ അള്ളാഹു ലോകത്തിന്റെ നേതാവാക്കി, പ്രിയപ്പെട്ട പ്രവാചകന്മാരുടെ നേതാവാക്കി, സ്വർഗത്തിന്റെ നേതാവാക്കി അള്ളാഹുവിന്റെ ഹബീബിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അത്ര വലിയ സൗഭാഗ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാ. പാതിരാ സമയത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ മുഴുകി ശരീരത്തിൽ നീര് വരുവോളം ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുജൂദിൽ കിടന്ന് വഫാത്തായോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അല്ലാഹുവിന്റെ ഹബീബ് കുറെ കഴിഞ്ഞപ്പം എഴുന്നേറ്റ് സലാം വീട്ടിയപ്പോ മഹദിയായ ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയെ, അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ കൂട്ടുകാരും അങ്ങയുടെ പ്രിയപ്പെട്ട നാട്ടുകാരും അയൽവാസികൾ മുഴുവനും ഉറങ്ങുകയാണല്ലോ, എല്ലാവരും ഉറക്കത്തിലാകുമ്പോ അങ്ങിങ്ങനെ ഈ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് എന്തിനാണ് നബിയെ? ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ യാ ആയിഷ. ആയിഷ, അള്ളാഹു എനിക്ക് ഈ കാണുന്ന നിഅമത്തുകൾ, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകിയില്ലേ, എന്നെ ലോകത്തിന്റെ നേതാവാക്കിയില്ലേ, ഉലുൽ അസ്മുകളുടെ നേതാവാക്കിയില്ലേ, എല്ലാവിധ സൗകര്യങ്ങളും റബ്ബെനിക്ക് നൽകി. ആ റബ്ബിന് നന്ദി ചെയ്യുന്ന ഒരു അടിമയാകണ്ടേ ആയിഷ? അള്ളാഹുവിന്റെ ഹബീബ് പോലും അള്ളാഹുവിന് വേണ്ടി നന്ദി ചെയ്യാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർക്കണം, നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയപ്പോ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കഥ പറയണോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വല്ലിപ്പമാരും വല്യമ്മമാരും ജീവിച്ചിരുന്ന ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കണേ മുഅ്മിനെ. സൗകര്യങ്ങളില്ലാത്ത എല്ലാ വീടുകളിലും പട്ടിണികളാണ്. ഓലമേഞ്ഞ ചെറിയ ചെറ്റക്കുടിലുകൾ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പടുദരിദ്രരായി നമ്മുടെയൊക്കെ ഉമ്മമാർ പ്രയാസപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അന്നെന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒക്കെ ഒരു നാട്ടിൽ ഒരു വലിയ മുതലാളി ഉണ്ടാകും, ഒരു ജന്മിയുണ്ടാകും. അയാളുടെ കൃഷിയിടത്തിൽ, അയാളുടെ തോട്ടത്തിൽ കൃഷി ചെയ്യുവാനും കന്നു പൂട്ടുവാനും ഒക്കെ ഉപ്പമാരും ഉമ്മമാരും ഇറങ്ങുകയാണ്. അതിരാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് ഭർത്താവ് പോകുമ്പം ഭാര്യയും കൂടെ പോവുകയാണ്. അന്ന് പ്രയാസങ്ങളായിരുന്നു. വൈകുന്നേരം വരെ പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുച്ഛം കാശോ അല്ലെങ്കിൽ ഒരു പറ നെല്ല് വീട്ടിൽ വന്ന് കുത്തി അരിയുണ്ടാക്കി അതിലൂടെ ഭക്ഷണം നൽകി സന്തോഷത്തോട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബ ജീവിതം ഇന്നത് അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ, നമ്മുടെയൊക്കെ ഓരോ കുഗ്രാമങ്ങളിലൂടെ നടന്നു പോകുമ്പോഴും പഴയ കാലങ്ങളിലൊക്കെ കേട്ടിരുന്നത്, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ മനോഹരമായ ഹദ്ദാദ് റാത്തീബിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും മങ്കൂസ് മൗലൂദിന്റെയും നഫീസത്ത് മാലയുടെയും ഒക്കെ ഈരടികളാണെങ്കിൽ, വർത്തമാന കാലത്ത് നമ്മൾ ജീവിക്കുന്ന മനോഹരമായ കൊട്ടാര സാദൃശമായ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദങ്ങൾ ഏതാണ് പ്രിയപ്പെട്ടവരെ?
ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഡിജിറ്റൽ ശബ്ദങ്ങളല്ലേ ഇന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഈ വലിയ അനുഗ്രഹങ്ങളുടെ പിന്നിലെ രഹസ്യം നമ്മൾ മറക്കരുത്. അന്ന് ഞാൻ സൂചിപ്പിച്ച ആ ഉമ്മയും ഉപ്പയും പാടത്തും പറമ്പത്തും പണിയെടുത്ത് വീട്ടിൽ വരുമ്പോഴും പാതിരാക്കെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് 2 കരവും ഉയർത്തി ചോർന്നൊലിക്കുന്ന വീട്ടിൽ തന്റെ മകനെ ചാരത്തേക്ക് പിടിച്ചുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കരമുയർത്തി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട ഉമ്മയെ മറക്കാൻ നമുക്ക് കഴിയില്ല. പാതിരയാകുമ്പം ആ ചെറിയ ഓലമേഞ്ഞ കുടിൽ തുറന്ന് പുറത്തേക്കിറങ്ങി കിണറ്റിൻ കരയിൽ പോയി വെള്ളമെടുത്ത് വുളു എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് തഹജ്ജുദ് നിസ്കരിച്ച ഉമ്മയെ നമ്മൾ മറക്കരുത്. ആ ഉമ്മയാണോ അവര് വിരിച്ച നിസ്കാരപ്പായിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്, പടച്ചവനെ ഞങ്ങൾ ഏതായാലും പ്രയാസത്തിലാണ്, ഞങ്ങൾ ഒരുപാട് പട്ടിണി കിടന്നു റബ്ബേ, എന്റെ മക്കൾക്ക് നീ ഈ ഒരു ഗതികേട് നീ വരുത്തരുതേ. സത്യത്തിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് മുഅ്മിനെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് സുഖമാണ്, നമുക്ക് ഇന്ന് സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ ആഡംബര ജീവിതം നയിക്കുവാനുള്ള സമ്പത്തും മനുഷ്യന്റെ കടയിലുണ്ട്. പക്ഷേ മനുഷ്യൻ പലപ്പോഴും മറഞ്ഞത്, പലപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ മറന്ന ജീവിതമല്ലേ സഹോദര നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമുള്ളത്? അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ കുന്നുകൂടുമ്പോ അള്ളാഹുവിനെ മറക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നമ്മുടെ പഴമക്കാർ ഇബാദത്ത് കൊണ്ട് ധന്യമായി. ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് പ്രയാസങ്ങളാണ്. 2 അടി നടക്കുമ്പോഴേക്ക് ഊരവേദന, കാലുകടച്ചിൽ, പിന്നെയോ ഒരു ചെറിയ നെഞ്ചുവേദന തുടങ്ങുമ്പോഴേക്ക് നമ്മൾ മരുന്നിന് അടിമപ്പെടുകയാണ്. എല്ലാ നിലയിലും എല്ലാ വീടുകളിലും ഇന്ന് രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ വസൂരി പിടിപെട്ടിരുന്നു, കോളറ പിടിച്ചിരുന്നു. അന്ന് നമ്മുടെ ഉപ്പമാർ, അക്കാലഘട്ടത്തിലെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ എന്താണ് ചെയ്തത് പ്രിയപ്പെട്ട സഹോദരന്മാരെ? നമ്മളതൊന്ന് പഠിക്കേണ്ടതുണ്ട്. നോക്കണം നിങ്ങൾ, അന്നൊരു മനുഷ്യൻ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് വരുമ്പോ അങ്ങാടിയിലെത്തുമ്പോഴേക്ക് അയാൾ പിടഞ്ഞു മരിക്കുകയാണ്. എന്തേ കാരണം? അയാൾക്ക് കോളറ പിടിച്ചു, പെട്ടെന്ന് മനുഷ്യൻ മരിക്കുന്നു. ധാരാളം ഇത് വർദ്ധിച്ചു വന്നപ്പോ അന്നത്തെ ജനങ്ങൾ, അന്നത്തെ നല്ല മനുഷ്യന്മാര്, അവർക്കന്ന് നേതൃത്വം നൽകിയിരുന്ന ആത്മീയ നേതാവായിരുന്ന പൊന്നാനിയിലെ വലിയ ജുമുഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന മഹാനായ സൈനുദ്ദീൻ മഹ്റൂം തങ്ങളുടെ അരികെ ചെല്ലുകയാണ്. മഹല്ല് കാരണവന്മാർ, പള്ളികളിലെ ഉസ്താദുമാർ, അവരെല്ലാവരും ചെന്നുകൊണ്ട് സങ്കടത്തോടെ അവര് പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കോളറകൾ വർദ്ധിച്ചിട്ടുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ്, രോഗങ്ങൾ മൂർച്ഛിച്ചു വരികയാണ്, ബഹുമാനപ്പെട്ടവർ എന്തെങ്കിലും ഒന്ന് നിർദ്ദേശിക്കണം. അന്നങ്ങനെ പോകാൻ പാടില്ലെന്ന് പറയാൻ ആളില്ല. എല്ലാവരും അത് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ മുമ്പിൽ, മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം തങ്ങളുടെ മുമ്പിൽ ചെന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോ, ബഹുമാനപ്പെട്ടവരാണ് സഹോദരന്മാരെ, ഇന്നൊക്കെ നമ്മുടെ വല്ലിപ്പയുടെ ആണ്ട് കഴിക്കുമ്പോ, നമ്മുടെ ഉപ്പയുടെ ആണ്ട് കഴിക്കുമ്പോ നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരെ വിളിച്ചു വരുത്തിയിട്ട് മങ്കൂസ് മൗലൂദ് ഓദിക്കാറില്ലേ? ആ മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്ന മൗലൂദ് രചിച്ചത് സുബ്ഹാന മൗലൂദ് എന്ന് പറയുന്ന മൗലൂദിനെ ചുരുക്കിയിട്ട് ഈ മൗലൂദ് നിങ്ങളുടെ വീട്ടുകളിൽ പാരായണം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ല, പ്രയാസമില്ല, പട്ടിണിയില്ല, സുഖമായിട്ട് ജീവിക്കാമെന്ന് ആ കാലഘട്ടത്തിലെ നമ്മുടെ കാരണവന്മാരോട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ അവர்கள் നിർദ്ദേശിച്ചപ്പോ അവരത് ഏറ്റെടുത്തു. പള്ളിയിലെ ഉസ്താദുമാർ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോ പള്ളിയിൽ വന്ന മുസ്ലിം സഹോദരന്മാരോട് വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിച്ചു. അവരെല്ലാവരും അത് ഏറ്റെടുത്തു. അൽഹംദുലില്ലാ. അതോടുകൂടി കോളറ അപ്രത്യക്ഷമായി, വസൂരി അപ്രത്യക്ഷമായി. നമ്മുടെ മക്കൾ, അന്നത്തെ നമ്മുടെ കാരണവന്മാർ രക്ഷപ്പെട്ടു തുടങ്ങി. ജീവിതത്തിന്റെ വല്ലാത്ത പ്രയാസങ്ങളിൽ നിന്ന് കരകയറി വന്നു. സത്യത്തിൽ അന്ന് ആ സഹോദരന്മാർ, ആ ഉപ്പമാരും ഉമ്മമാരും പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് സഹോദരന്മാരെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൾഫ് വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടത് അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമ്മൾ കരുതണം. പക്ഷേ നമ്മൾ പലപ്പോഴും അതെല്ലാം മറന്നുപോയി. ആ വന്ന വഴികൾ മുഴുവനും നമ്മൾ മറന്നു സഹോദരന്മാരെ. അങ്ങനെ മറന്നാൽ പരിശുദ്ധമായ സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്.
ആ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് ബനൂ ഇസ്രായീലരെ പറ്റി, ബനൂ ഇസ്രായീലരിലെ 3 ആളുകളെ പറ്റി സ്വഹാബത്തിനെ പഠിപ്പിക്കുന്ന ഒരു ചർച്ചയുണ്ട്. എന്താ പ്രിയപ്പെട്ടവരെ, ബനൂ ഇസ്രായീലരിൽ 3 ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രശ്നമെന്നറിയോ? ഒന്നാമത്തെ മനുഷ്യൻ അയാളുടെ തൊലികളൊക്കെ പോയി വെള്ളപ്പാണ്ട് പിടിച്ച മനുഷ്യനാണ്. ശരീരത്തിന്റെ തൊലികളൊക്കെ, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന തൊലികളൊക്കെ പോയി ആളുകൾ വിരൂപത്തോടുകൂടെ കാണുന്ന, വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു രോഗമാണ് അല്ലാഹു അയാൾക്ക് കൊടുത്തത്, വെള്ളപ്പാണ്ട്. ബനൂ ഇസ്രായീലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ അവർ അന്ന് പരിഗണിക്കൂല. ഇത് ഇയാൾക്ക് വല്ലാത്ത വിഷമമായി. നിരന്തരം ഇയാൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവേ, ഈ ശരീരത്തിന്റെ എന്റെ ഈ വെള്ളത്തൊലിയുടെ നിറമുണ്ടല്ലോ, ഇതൊന്ന് മാറ്റിത്തരണമേ. എപ്പോഴും പ്രാർത്ഥിച്ചു. രണ്ടാമത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ തല മുഴുവനും കഷണ്ടി തലയാണ്. അന്ന് ബനൂ ഇസ്രായീലരുടെ പ്രത്യേകത ഹദീസിൽ പറയുന്നത്, ബനൂ ഇസ്രായീലർ കഷണ്ടി തലക്കാരെ പരിഗണിക്കൂല. നാട്ടിലൊരു പ്രശ്നം വരുമ്പോ, അങ്ങാടികളിലേക്ക് ആ മനുഷ്യൻ വരുമ്പം അയാളെ പരിഗണിക്കൂല. അയാളെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തള്ളി മാറ്റുന്ന സ്ഥിതി വന്നു. അയാൾ വല്ലാതെ സങ്കടപ്പെട്ടു. അയാളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. മറ്റൊരു മനുഷ്യൻ, 2 കണ്ണിന്റെയും കാഴ്ച ജന്മലാലില്ലാത്ത ഒരു മനുഷ്യൻ, അയാളും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, എനിക്ക് നീ കാഴ്ച ശക്തി നൽകണമേ, എന്റെ തലയുടെ രോമങ്ങളൊക്കെ നീ തിരിച്ചു തരണമേ. കഷണ്ടിക്കാരൻ ദുആ ചെയ്തു, എന്റെ തൊലിയുടെ രൂപം സാധാരണ മനുഷ്യരുടെ തൊലിയുടെ രൂപത്തെ പോലെയുള്ള തൊലിയാക്കണേ റബ്ബേ. എപ്പോഴും അവര് പ്രാർത്ഥിച്ചു. ഏതുപോലെ നമ്മുടെ ഉപ്പമാരെന്നും പ്രയാസപ്പെട്ടപ്പം, വല്ലാതെ പ്രതിസന്ധികൾ സഹിച്ചപ്പോ, അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് ഈ ഗതി വരുത്തരുതേ, ഈ പട്ടിണിയും പ്രയാസവും നീ വരുത്തരുതേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ 3 ആളുകളിലേക്കും അല്ലാഹു പരീക്ഷണാർത്ഥം ഒരു മലക്കിനെ അയക്കുകയാണ്. ആ മലക്ക് വന്നിട്ട് ഒന്നാമത്തെ മനുഷ്യന്റെ അരികെ ചെന്ന് ചോദിച്ചു, മനുഷ്യ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ സങ്കടത്തോടെ അയാളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്റെ ശരീരത്തിന്റെ തൊലി കണ്ടില്ലേ, ഈ വെള്ളപ്പാണ്ട് പിടിച്ചത് കാരണം ആളുകളൊന്നും എന്നെ പരിഗണിക്കുന്നില്ല, ഇതൊന്ന് തിരിച്ചു മാറണം. സാധാരണ ജനങ്ങൾക്കുള്ള തൊലി എന്റെ ശരീരത്തിന് കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒന്ന് ആ മലക്ക് തടവുകയാണ്. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് പഴയ രൂപത്തിലുള്ള സാധാരണ ജനങ്ങൾക്കുള്ള അതേ തൊലി തന്നെ തിരിച്ചു വരികയാണ്. ഉടനെ തന്നെ മലക്ക് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സന്തോഷത്തോടെ അയാൾ പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരു പെണ്ണൊട്ടകത്തെ തരുമോ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മലക്കഥ അയാൾക്ക് ഒരു പെണ്ണൊട്ടകത്തെ കൊടുക്കുകയാണ്. സന്തോഷമായി അയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി. രണ്ടാമത്തെ മനുഷ്യന്റെ അരികെ ചെന്ന് പറഞ്ഞപ്പോഴും അയാളും അയാളുടെ സങ്കടങ്ങൾ പറഞ്ഞു. തലയുടെ മുടിയൊക്കെ പോയതിന് ശേഷം ആളുകൾ മൈൻഡ് ചെയ്യാത്ത കഥകൾ പറഞ്ഞു. ആ സമയത്തും മലക്ക് അയാളെ തടവുകയാണ്. ആ സമയത്ത് അയാളുടെ മുടി തിരിച്ചു വന്നു, സന്തോഷമായി. ഇനി എന്ത് വേണമെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എനിക്കൊരു പശുവിനെ കിട്ടിയാൽ ആ പശുവുമായി ഞാൻ എന്റെ കുടുംബത്തെ പോറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മലക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു പശുവിനെ കൊടുക്കുകയാണ്. മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്, ആ മനുഷ്യന്റെ അരികെ ചെന്നിട്ട് ഈ മലക്ക് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ സങ്കടത്തോടെ പറയുകയാ, ജന്മനാൽ എന്റെ കണ്ണിന് കാഴ്ചയില്ല, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തെ കാണാനുള്ള തൗഫീഖ് റബ്ബെനിക്ക് തന്നില്ല, എന്നെ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ മുഖമൊന്ന് കാണാനുള്ള അവസരം റബ്ബെനിക്ക് നൽകിയില്ല, ഈ കാണുന്ന സുഖങ്ങളൊക്കെ ജനങ്ങൾ ആസ്വദിക്കുമ്പോ അതൊന്ന് കാണാനുള്ള സൗഭാഗ്യം റബ്ബെനിക്ക് തന്നില്ല. സങ്കടത്തോടെ അയാൾ പറഞ്ഞു, എനിക്ക് വിവാഹ പ്രായമെത്തിയപ്പോ എന്റെ മാതാപിതാക്കൾ ഏതോ ഒരു പെണ്ണിനെ കണ്ടെത്തി, നിന്റെ വിവാഹമാണെന്ന് പറഞ്ഞു. ഞാൻ നിക്കാഹ് നടത്തി. അവസാനം എന്റെ ബെഡ്റൂമിലേക്ക് എന്റെ ഭാര്യ വന്നപ്പോൾ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ഭാര്യയുടെ മുഖമൊന്ന് കാണാൻ എനിക്ക് അവസരം നൽകണമേ. ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പക്ഷേ റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല. 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ എനിക്ക് കുട്ടികളായി. എന്റെ കുട്ടികൾ വന്നിട്ട്
എന്റെ കൈ പിടിച്ചിട്ട് ഉപ്പ എന്ന് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖത്തേക്ക് നോക്കാനുള്ള കണ്ണിന്റെ ശക്തി എനിക്കില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ ഒരുപാട് വിതുമ്പി. ആ സമയത്താണ് ആ മലക്ക് പറയുന്നത്, എന്നാൽ നിങ്ങൾ സന്തോഷിക്കുക, അള്ളാഹുവിന്റെ സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞ് അയാളുടെ മുഖമൊന്ന് തടവുകയാ. സുബ്ഹാനല്ലാഹ്, അയാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയാ. അയാൾ ഈ പ്രപഞ്ചം കണ്ട ആ സന്തോഷത്താൽ അയാൾ ഇങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങി. ആ സമയത്ത് ആ മലക്ക് വീണ്ടും ചോദിച്ചു, എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്? അയാൾ പറഞ്ഞു, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, ഞാൻ വലിയ പട്ടിണിയിലാണ്, കുടുംബത്തെ പോറ്റാൻ എനിക്കൊരു ജോലിയില്ല, നിങ്ങളൊരു പെണ്ണാടിനെ തന്നാൽ ഞാൻ അതുമായി എന്റെ ജീവിതം തുടങ്ങാം. സുബ്ഹാനല്ലാഹ്, 3 പേരുടെയും പരീക്ഷണത്തിൽ അള്ളാഹു അവർക്ക് അവരാവശ്യപ്പെട്ടതൊക്കെ കൊടുത്തു. നമ്മുടെ ഉമ്മമാർ സമ്പത്ത് ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകി. സമ്പത്ത് അള്ളാഹു നൽകി. സഹോദരന്മാരെ, ഞാൻ ഈ ഹദീസിനെ നമ്മളുമായി താരതമ്യം ചെയ്യപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായി. ആ ഓല ഷെഡുകൾ ഇന്ന് അപ്രത്യക്ഷമായി. ഇന്ന് നോക്കൂ, മനോഹരമായ എല്ലാവിധ സൗകര്യങ്ങളുള്ള മനോഹരമായ അമ്പരചുംബികളായ കൊട്ടാര സാദൃശ്യമായ വീടുകൾ നമുക്കുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യരെ നമുക്ക് പറയാനുള്ള പരാതി, ഉസ്താദേ മനസ്സിന് സമാധാനമില്ല. ഭർത്താവ് 5000 രൂപ 10,000 രൂപ മാസത്തിൽ അയക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന്, പക്ഷേ അതെന്റെ ചികിത്സക്ക് തികയുന്നില്ല, എന്റെ മക്കളുടെ ചികിത്സക്ക് തികയുന്നില്ല. ഈ സങ്കടകരമാണ്. ഈ സങ്കടകരമായ അവസ്ഥയാണ് ഓരോ കുടുംബത്തിനും പറയാനുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയപ്പോൾ സമ്പത്ത് മതിമറന്ന് നമ്മൾ പ്രവർത്തിച്ചു. സമ്പത്ത് ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. ഇതുപോലെ ആ 3 മനുഷ്യന്മാരുണ്ടല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ മലക്കിനെ അള്ളാഹു വീണ്ടും അവരിലേക്ക് അയക്കുകയാണ്. ഒന്നാമത് കണ്ട വെള്ളപ്പാണ്ട് പിടിച്ച മനുഷ്യനുണ്ടായിരുന്നല്ലോ, ആ മനുഷ്യൻ ഇന്ന് ഒരുപാട് ഒട്ടകങ്ങളുടെ മുതലാളിയാണ്. അയാൾ വലിയ കൊട്ടാര സാദൃശ്യമായ വീടുണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ വീടിന്റെ മുമ്പിൽ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അതിനെ നോക്കുവാൻ ഒരുപാട് തൊഴിലാളികളുണ്ട്. അയാളുടെ മനോഹരമായ കൊട്ടാര സാദൃശ്യമായ വീടിന്റെ സിറ്റ് ഔട്ടിൽ പട്ടുമത്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു ഈ മലക്കിനെ വീണ്ടും പറഞ്ഞയക്കുകയാണ്. മലക്കിനോട് പറഞ്ഞു, നീ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ രൂപത്തിൽ ചെല്ലണം, വിരൂപിയായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ചെല്ലണം. നിന്റെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞതുപോലെ, നിന്റെ താടിരോമങ്ങളൊക്കെ ആകെ ചടകുത്തിയ കോലത്തിൽ നീ ചെല്ലണം. എന്നിട്ട് അയാളോട് അയാളുടെ ഒട്ടകത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ എനിക്ക് തരണമെന്ന് അങ്ങ് പറയണം. ആ മലക്ക മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മനോഹരമായ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ, ഗൾഫിലെ മലിനാരുണ്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ മനോഹരമായ വീട്. ആ വീടിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ വരുമ്പോ പോലും അതൊന്നും മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ നമ്മുടെ വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചപ്പോ ഉമ്മ ഓടുകയാ. എന്തിനു വേണ്ടി? തന്റെ ബന്ധുക്കൾ വന്നോ, തന്റെ സുഹൃത്തുക്കൾ വന്നോ, അയൽവാസികൾ ആരെങ്കിലും വന്നോ എന്ന് കരുതി സിറ്റ് ഔട്ടിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ തന്റെ മുറ്റത്തതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു. പാവപ്പെട്ട മനുഷ്യൻ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ, താടിരോമങ്ങളൊക്കെ ആകെ ചടകുത്തിയ ആ മനുഷ്യൻ നേരെ കൈനീട്ടിക്കൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാ, വല്ലതും തരുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ. നമ്മൾ അറിയാതെ പറയുകയാണ്, ഇവിടെ ഒന്നുമില്ല. നമ്മുടെ വല്യമ്മമാർ അതായിരുന്നില്ല. ചെറിയ ചെറ്റക്കുടലിൽ പട്ടിണി കിടക്കുമ്പോഴും അവരുടെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച കഞ്ഞെടുത്തിട്ട്, ഒന്നുമില്ല മനുഷ്യ, ഈ ഉമ്മറപ്പടിയിലിരുന്നു കൊണ്ട് ഈ കഞ്ഞെങ്കിലും കുടിച്ചോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ വീടിന്റെ കൊലായിലേക്ക് കൈപിടിച്ചിരുത്തിയിട്ട് ആ മനുഷ്യനെ സൽക്കരിച്ച് തിരിച്ചടിച്ചിരുന്ന ഒരു കാലം ഇന്ന് ഓർമ്മയായി. ഈ ഉമ്മ പറയാം, ഇവിടെ ഒന്നുമില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ കൈ തിരിച്ചു വലിക്കുന്നതിന് മുമ്പ് ഉമ്മമാരെ, സിറ്റ് ഔട്ടിന്റെ വാതിൽ അമർത്തി അടച്ച് നമ്മൾ നമ്മുടെ ജോലികളിൽ ഏർപ്പെടുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എല്ലാവരെയും അള്ളാഹു ഇങ്ങനെ നോക്കുമ്പോ ആ മനുഷ്യനെ അള്ളാഹ് നോക്കുന്നില്ല. ആ സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ, നീ എല്ലാവരുടെ കാര്യത്തിലും ഇടപെടുമ്പോ ഈ മനുഷ്യറയിൽ കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് എന്നെ നീ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ആ സമയത്ത് അള്ളാഹ് പറയും, ഞാൻ ഒരിക്കൽ നിന്റെ വീട്ടിൽ വന്നപ്പോ നീ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ.
അപ്പൊ ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, നീ എന്റെ വീട്ടിൽ വരികയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ, എന്നാണ് നീ വന്നതെന്ന് അറിഞ്ഞില്ല റബ്ബേ. ആ സമയത്ത് അല്ലാഹു പറയും, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയത്ത് എന്റെ ഒരു പാവപ്പെട്ട അടിമ നിന്റെ വീട്ടിൽ വന്നില്ലേ, വല്ലതും തരണമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ യാചിച്ചില്ലേ? ആ സമയത്ത് ഉമ്മാക്ക് ഓർമ്മ വരും, ആ സമയത്ത് ഉപ്പാക്ക് ഓർമ്മ വരും, ശരിയാണ് റബ്ബേ, അങ്ങനെ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നിരുന്നു, പക്ഷേ അവന്റെ കൂടെ നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ അല്ലാ. ആ സമയത്ത് അല്ല പറയും, അവന്റെ കൂടെ ഞാനുണ്ടായിരുന്നു, അത് കാണാനുള്ള കണ്ണ് നിനക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സമ്പത്തിൽ നിന്ന് കുറച്ചൊക്കെ ധർമ്മം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. സ്വതക്ക കൊടുത്തുകൊണ്ട് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ഉമ്മമാർ അങ്ങനെയായിരുന്നു. പ്രയാസപ്പെടുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ഇല്ലെങ്കിലോ സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ തിരിച്ചയക്കും. നോക്കൂ നിങ്ങൾ, ഈ മനുഷ്യന്റെ അരികിലേക്ക് ആ മലക്ക് വന്നു, പാവപ്പെട്ടവന്റെ രൂപത്തിൽ ചെന്ന് ചോദിച്ചു, അല്ലയോ മനുഷ്യ, ഈ കാണുന്ന ഒട്ടകങ്ങൾ മുഴുവനും നിങ്ങളുടേതാണല്ലോ. അയാൾ വല്ല ഗർവോടുകൂടെ അഹങ്കാരത്തോടെ പറഞ്ഞു, ഇതെല്ലാം എന്റേതാണ്. ആ സമയത്ത് ആ മലക്ക് അയാളോട് പറയാണ്, 2-3 ദിവസമായി ഞാനും എന്റെ ഭാര്യയും കുട്ടികളും വല്ലാത്ത പ്രയാസത്തിലാണ്, പട്ടിണിയിലാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല, ജോലി തേടിപ്പോകാൻ എന്റെ ആരോഗ്യത്തിന് കഴിയൂല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒട്ടക കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒട്ടകത്തെ എനിക്ക് തരുമോ മനുഷ്യ? നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് ₹1 കൊടുക്കൂലല്ലോ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ പെടുത്താതിരിക്കുമാറാകട്ടെ. പലപ്പോഴും നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം സഹോദരന്മാരെയും. അങ്ങനെ ആ മലക്ക് ചെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതെനിക്ക് ഓസാരമായി കിട്ടിയതല്ല, ഇതെനിക്ക് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ തന്നതല്ല, ഇതെന്റെ കാക്ക കാരണവന്മാരിലൂടെ കിട്ടിയതാണ്. ഒരൊറ്റ ഒട്ടകത്തെയും ഞാൻ നിനക്ക് തരൂല. അയാൾ ആട്ടിയോടിച്ചു, അയാളെ പരിഗണിച്ചില്ല. ആ മലക്ക് അള്ളാഹുവിനോട് ആ വിഷയം പറയുകയാണ്. ആ സമയത്ത് അള്ളാഹു അയാളെ പഴയ കോലത്തേക്ക് തന്നെ മാറ്റുകയാണ്. അയാളുടെ സമ്പത്ത് പോയി, ഒന്നുമില്ല, വസൂരി മാറി, കോളറ മാറി, പക്ഷേ ക്യാൻസർ വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, കിഡ്നി സംബന്ധമായ രോഗം വന്നു, കൈകാലുകൾ ധാരാളം ആളുകൾക്ക് കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ബ്ലഡ് ക്യാൻസർ വന്നു. ഓർക്കണേ മുഅ്മിനെ, ഓർക്കണം. എന്നിട്ടും മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല. ഈ സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യന്റെ തീരുന്നില്ല. രണ്ടാമത്തെ മനുഷ്യന്റെ അരികെ ചെന്നപ്പോഴും അയാളും അതേ രൂപത്തിൽ, അയാളെന്ന് ഒരുപാട് പശുക്കളുടെ മുതലാളിയാണ്, വലിയ വീടുണ്ട്, അയാളുടെ മുമ്പിലും ഇതുപോലെ പറഞ്ഞപ്പോ അയാളും ഈ പാവപ്പെട്ട മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കിനെ ആട്ടിയോടിച്ചു. മലക്ക് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹു ആ മനുഷ്യന്റെ പഴയ കോലത്തേക്ക് തന്നെ മാറ്റി, അയാളും പടുദരിദ്രനായി മാറി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ആ മനുഷ്യന് അത് തിരിച്ചു കിട്ടിയിട്ട് ആടിനെ കൊടുത്തില്ലേ, ഇന്നയാൾ ഒരുപാട് ആടുകളുടെ മുതലാളിയാണ്. അയാളുടെ വീട്ടിലേക്കും ഈ മലക്ക് പാവപ്പെട്ട മനുഷ്യന്റെ രൂപത്തിൽ ചെന്നു. അയാളോട് സമ്മതം ചോദിച്ചു, അയാളോട് വിവരം പറഞ്ഞു, പ്രയാസമുണ്ട്, നിങ്ങളുടെ ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തരണമെന്ന് പറയുകയാണ്. ആ സമയത്ത് അയാൾ ആ മനുഷ്യനെ കൈപിടിച്ച് അയാളുടെ മനോഹരമായ സിറ്റ് ഔട്ടിൽ അയാൾ ഇരുന്നിരുന്ന മനോഹരമായ ആ ബെഡ്ഷീറ്റിലേക്ക് അയാളെ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് അയാളോട് പറയാണ്, അല്ലയോ മനുഷ്യ, ഞാനും നിങ്ങളെപ്പോലെ പാവപ്പെട്ടവനായിരുന്നു, വന്ന വഴി മറക്കാത്ത മനുഷ്യരും എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഈ ലോകം പോലും കാണാനുള്ള തൗഫീഖ് റബ്ബ് എനിക്ക് തന്നിരുന്നില്ല. നിരന്തരം ഇടതടവില്ലാതെ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി റബ്ബെനിക്ക് എന്നിലേക്ക് ഒരാളെ പറഞ്ഞയച്ച് അയാൾ എന്റെ ശരീരം തടവിയപ്പോഴാണ് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അയാളാണ് എനിക്ക് ഒരു ആടിനെ തന്നത്. ആ ആട്ടിൽ നിന്നാണ് ഈ കാണുന്ന ഒരുപാട് ആട്ടിൻ കൂമ്പാരങ്ങൾ ഉണ്ടായത് മുഴുവനും. അങ്ങനെയാണ്, ഒന്നുമല്ലാത്തതിൽ നിന്ന് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം ഏതോ ഒരു മനുഷ്യന്റെ കയ്യിലേൽപ്പിച്ച ആടിൽ നിന്നാണ് ഈ ആട്ടിൻ കൂട്ടങ്ങൾ മുഴുവനും ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യ, നിങ്ങൾ പ്രയാസത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കുടുംബം പട്ടിണിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതുപോലെ ഒരു സ്ഥിതി എനിക്കുണ്ടായിരുന്നു, അന്ന് ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിനെ ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകൂ എന്ന് ആ മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കിനോട് സന്തോഷത്തോടെ പറയുകയാണ്. അങ്ങനെ ചെലവാക്കാൻ കഴിയണം.
സമ്പത്തുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർ ഇതുപോലെ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സംഭാവന കൊടുക്കാൻ കഴിയണം. പള്ളിക്ക് മദ്രസയ്ക്ക് വേണ്ടി ദീനീപരമായ കാര്യങ്ങൾക്ക് പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പം വല്ലതും കൊടുക്കണം സഹോദരന്മാരെ. അപ്പോഴേ അള്ളാഹു നമുക്ക് കാവലാകൂ. അള്ളാഹുവിന്റെ അടിമകൾക്ക് നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. കാരുണ്യത്തിന്റെ കവാടം വറ്റരുത് സഹോദര. എന്നും കാരുണ്യം തേടുന്ന മനുഷ്യർക്ക് നിരാലംബരായ ആലംബഹീനരായ ജനസമൂഹം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, നിന്റെ നാട്ടിലുണ്ടാകുമ്പോ, നിന്റെ അയൽവക്കത്തുണ്ടാകുമ്പോ അവനെ ഒന്ന് കാണാൻ, അവന്റെ പ്രയാസമൊന്ന് കണ്ടറിയാൻ മനുഷ്യരെ നമുക്ക് കഴിയണം. അപ്പോഴേ ആകാശത്തുള്ള റബ്ബ് നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ഈ സുഖത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മനോഹരമായ എല്ലാവിധ സുഖങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ ജനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്ന ജനങ്ങൾക്ക് പാഠമായിട്ടാണോ അള്ളാന്റെ റസൂല് പ്രഖ്യാപിക്കുകയാണ്. ഒരൊറ്റ ഹദീസ് സ്വഹാബത്തിനോട് പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുകയാ, സയൗതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസാ വയൻസൗന ഖംസാ. എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നതാണ്, 5 കാര്യങ്ങൾ അവർ മറക്കുന്നതുമാണ്. 5 കാര്യങ്ങൾക്ക് അവർ വല്ലാതെ ഇഷ്ടമായിരിക്കും. 5 കാര്യങ്ങൾ പറയുന്നത് പോലും അവർക്ക് അറുപ്പാണ്. അവർക്കതിനോട് യാതൊരു താല്പര്യവുമില്ല. അള്ളാന്റെ റസൂല് എണ്ണി എണ്ണി പറയുകയാണ്. ഇത് പറയുമ്പോൾ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ പറ്റിയാണോ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്ന് തോന്നിപ്പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്. അന്നത്തെ ജനങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, മരണത്തെ മറക്കുന്നവരാണ്. മരണം പറയുമ്പോൾ ബേജാറാണല്ലോ, മരിക്കാന്ന് പറയുമ്പം സഹിക്കൂലല്ലോ നമുക്ക്. നമ്മുടെ നെഞ്ഞിന്റെ ഇടത് ഭാഗത്ത് ഒരു ചെറിയ വേദന വരുമ്പോഴേക്ക് നമ്മളൊരു ഡോക്ടറെ കാണുകയാണ്. ഈ വൈരത്തൂരിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്, കുറച്ച് പ്രയാസമുണ്ട്, കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു ഒരെഴുത്ത് തരുമ്പോ ഉമ്മാക്ക് പിന്നെ ഉറക്കമില്ല. പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്ക് പിന്നെ ഉറക്കമില്ല. നമ്മൾ ഓടുകയാണ് ആ ഡോക്ടറെ കണ്ട് ഒന്ന് ചികിത്സ തേടാൻ വേണ്ടി. അയാളുടെ ഡേറ്റ് അന്വേഷിച്ചു അയാളെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാ. എന്നിട്ടോ അയാളതാ നിർദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നുണ്ട്, സൂക്ഷിക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ നടക്കണം, ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കണം, എന്നാലേ ഈ ബ്ലോക്ക് ഒഴിവായി കിട്ടൂ. അപ്പോഴാണ് ഉമ്മാക്ക് ആ 4 മണിയുടെ കഥയറിയുന്നത്, അപ്പോഴാണ് ഉപ്പാക്ക് 4 മണിയുടെ കഥയറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന് വേണ്ടി വല്ലതും ചെയ്തുകൊണ്ട് ഖബറിലെ ജീവിതം നിങ്ങൾ ധന്യമാക്കണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാ. സുബഹി നേരത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, സുബഹി നേരത്തതാ പള്ളി മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്കിന്റെ അലയൊലികൾ മുഴങ്ങുമ്പോ ഉമ്മമാരെ, മനോഹരമായ കൊട്ടാര സാദൃശമായ വീടിന്റെ ഉള്ളിൽ, സുഖമായ സൗകര്യങ്ങളുള്ള വീടിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമിൽ നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ ബാങ്ക് കേൾക്കുമ്പം വിദൂരത്ത് കിടക്കുന്ന പുതപ്പെടുത്ത് ശരീരത്തിലേക്ക് അടുപ്പിച്ച് പിടിച്ച് ഒന്നുകൂടെ ഉറങ്ങുന്ന സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ആലോചിക്കുക. അന്ന് വരെ നിനക്ക് സുബഹി ബാങ്കിന്റെ ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞപ്പോ നമ്മൾ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കുകയാ. നേരത്തെ നമ്മൾ പരാതി പറഞ്ഞിരുന്നു, ഉസ്താദേ പള്ളിക്കൊക്കെ വരാനൊക്കെ പോരുണ്ട്, പക്ഷേ അലാറം പോലും അടിച്ചിട്ട് അറിയുന്നില്ല. നമ്മുടെ പരാതിയാണത്. എന്നാൽ ഇന്ന് അതേ മനുഷ്യനോട് ഡോക്ടർ 4 മണിക്ക് നീക്കാൻ പറയുമ്പോ പിന്നെ അയാൾക്ക് അലാറത്തിന്റെ പ്രശ്നമില്ല, അലാറം വെക്കേണ്ടതില്ല. 4 മണിയാകുമ്പോഴേക്ക് ചാടി എഴുന്നേൽക്കുകയാ. ജീവിക്കണം. ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്, മരുന്ന് കഴിക്കണ്ടെന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് തന്നെ നമ്മൾ മാറ്റം വരുത്തണം. മരിക്കും, യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഉമ്മത്തീങ്ങളെ പറ്റി പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തെ പറ്റി പറഞ്ഞത്, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിലെ ജനങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്.
70 കഴിഞ്ഞാലും ഞാൻ ഇനിയും ജീവിക്കുന്ന നമ്മളൊക്കെ തോന്നല്. പ്രിയപ്പെട്ട സഹോദര, എത്രയെത്ര ആളുകളുടെ മരണം നമ്മൾ കണ്ടതാ. അവരുടെ ഉപ്പയതാ ആ ഒന്നിനും കഴിയാതെ ശരീരമാകെ ക്ഷീണിച്ച് ആകെ വാർദ്ധക്യം ബാധിച്ചു അവസാനം വാട്ടർ ബെഡിൽ കിടക്കുമ്പോഴാണ് ആ ഉപ്പയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സഹോദരൻ 45 വയസ്സായ നല്ലൊരു യുവാവ് അങ്ങാടിയിലേക്ക് പോകുമ്പോ അങ്ങാടിയിലിരുന്ന് തന്റെ സുഹൃത്തുക്കളോട് സൊറ പറഞ്ഞിരിക്കുമ്പോഴതാ പിടഞ്ഞു വീണ് മരിക്കുകയാ. എത്ര കണ്ടു നമ്മൾ. അതാണ് മരണം. ഒരു മനുഷ്യന്റെ തൊലിയോട് അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് എത്രത്തോളം ഒട്ടി നിൽക്കുന്നുവോ അത്രത്തോളം അവന്റെ അടുത്തുണ്ട് മരണം. ഏത് സമയത്തും പിടിക്കാം. ആ മരണത്തെ നമ്മൾ മറന്നു. പകരം നമ്മൾ സ്വീകരിച്ചതോ ജീവിതത്തെയാണ്. ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും മനുഷ്യന്മാർ ഒരുക്കമാണല്ലോ. അതിനുവേണ്ടി ഏത് ഹോസ്പിറ്റലിൽ പോകാനും ഏത് ചികിത്സ തേടാനും മനുഷ്യന്മാർ ഒരുക്കമാണ്. അതുകൊണ്ട് മാന്യ മുഅ്മിനുകളെ, ഇത് അള്ളാന്റെ റസൂല് പറയുന്ന കാലം ഏതാണെന്നറിയോ? സ്വഹാബത്ത് മരണത്തെ പറ്റി പറയുമ്പോ വിതുമ്പി മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുപോയ സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിലാണ് മരണത്തെ മറക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്നത്. ഓർക്കണേ സഹോദരന്മാരെ. അവസാനിച്ചില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്, ആഖിറത്തിനെ അവർ മറക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഞാനും എൻ്റെ അയൽവാസിയും പിണങ്ങി നിൽക്കുന്നത് എന്തിനാ? ഓരോ ഉമ്മയും ചിന്തിക്കണേ. ഇന്ന് അയൽപക്ക ബന്ധം സദൃഢമല്ല, ഭാര്യ ഭർത്തൃ ബന്ധം സദൃഢമല്ല, മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം സദൃഢമല്ല. എന്തുകൊണ്ട്? 60 വയസ്സായ മനുഷ്യനാണ് 80 വയസ്സായ തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മാന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചത് ഈ കൽപ്പകഞ്ചേരിയിലല്ലേ? 1 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ? മറക്കാൻ കഴിഞ്ഞോ സഹോദര? എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം? ദുനിയാവ്. ഉമ്മാന്റെ മുതല് ഉമ്മ മരിക്കുന്നതിന്റെ മുമ്പിൽ തന്നെ എന്റെ കയ്യിൽ ഒതുങ്ങണമെന്ന് ആഗ്രഹിച്ച ആ മനുഷ്യന്റെ സ്ഥിതി എന്താ സഹോദര? സ്വന്തം ഉമ്മയെ അറുത്തു മുറിച്ചിട്ടെങ്കിലും ഉമ്മാന്റെ സമ്പത്ത് കൈക്കലാക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ജീവിക്കുന്ന ലോകത്ത് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാന്റെ റസൂല് പറയാണ്, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? അവർ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവരാ, ആഖിറത്തിനെ അവർ മറക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആഖിറത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. ബർസഖിയായ ജീവിതത്തിന്റെ 2ാമത്തെ സ്റ്റെപ്പാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹ്ശറ വൻസഭയിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടും. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും ഒരുമിച്ച് കൂടുന്ന വലിയ സഭയല്ലേ ആ വലിയ മഹ്ശറ വൻസഭ. ആ വൻസഭയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ, അന്ന് ഖബറിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമതായിട്ട് സൂറിൽ ഊതിയാൽ പിന്നെ ഖബറാളികൾ മുഴുവനും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് നടക്കുന്നതാണ്. എന്താണ് അവരുടെ രൂപമെന്നറിയോ? അവരുടെ ശരീരം, അവരുടെ പ്രായമെന്ന് പറയുന്നത് 30 വയസ്സ് 33 വയസ്സ് നല്ല യുവതിയുടെ പ്രായമാണ്. ആ പ്രായത്തിലുള്ള മനുഷ്യരാണ് എല്ലാവരും. അവരെല്ലാവരും കൂടെ മഹ്ശറയിലേക്ക് നടന്നു പോകുന്നത്. പ്രിയപ്പെട്ട ആയിഷ, അവരുടെ ശരീരത്തിൽ ഒരു നൂലിഴ പോലുമില്ല. അവളുടെ ഉമ്മ അവളെ എങ്ങനെയാണോ സൃഷ്ടിച്ചത്, എങ്ങനെയാണോ പ്രസവിച്ചത്, അതുപോലെ അവളങ്ങനെ നടന്നു പോകുന്നതാ. ആ സഹോദരൻ അങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകുന്നതാണ്. അത് പറഞ്ഞപ്പോ മഹദിയായ ആയിഷ ബീവി വല്ലാതെ ലജ്ജിച്ചുകൊണ്ട് ചോദിച്ചു പോയി, നബിയേ, ഞങ്ങളുടെ ഔറത്തുകൾ ആളുകൾ കാണൂല നബിയേ, ഞങ്ങളുടെ നഗ്നത അന്യ ആണുങ്ങൾ കാണൂല നബിയേ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹദിയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മറുപടി എന്തെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരികളെ, ഒരു കല്യാണം വരുമ്പോ, ഒരു ആഘോഷം വരുമ്പോ, ഒരു സൽക്കാരങ്ങൾ വരുമ്പോ അണഞ്ഞൊരുങ്ങി പൗഡറിട്ട് മിനുക്കി നടങ്ങി ടൗണിലൂടെ ചെത്തിപ്പൊളിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ആലോചിക്കണം മുഅ്മിനെ, എന്റെ ശരീരത്തിന്റെ അംഗലാവണ്യം കണ്ട് ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ?
എന്നാശിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, സകല ക്ലബിന്റെ വരാന്തയിലും പീടികയിലെ വരാന്തയിലും ഇരുന്നിട്ട് ഏതെങ്കിലും പെണ്ണ് നടന്നു പോകുമ്പോ അവരുടെ ശരീരത്തിന്റെ ചലനങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അന്ന് നിന്റെ മുമ്പിലൂടെ ഈ സഹോദരി എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗവും കാണിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ നീ അവളുടെ കാര്യം നോക്കുകയല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, പ്രിയപ്പെട്ട ആയിഷ, അന്ന് നിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ആരാണെന്ന് പോലും നിനക്കറിയൂല. മക്കൾക്ക് പിതാവിനെയും മാതാവിനെയും തിരിച്ചറിയാൻ കഴിയാത്ത ദിവസമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയുന്നില്ല, ഭർത്താവിന് ഭാര്യയെ അറിയുന്നില്ല. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി നഫ്സി നഫ്സിയാ, നഫ്സി നഫ്സി നഫ്സിയാ. ഈ ഒരു വാക്കല്ലാതെ വേറൊന്നില്ല. അതാണ് മഹ്ശറ. ആ ആഖിറത്തിനെ മനുഷ്യരെ നമ്മൾ മറന്നു. ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു. അന്യന്റെ മുതൽ അയൽവാസിയുടെ പറമ്പിലെ ഓരോ നമുക്കുള്ള അതിരിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് അധികവും പിണങ്ങി നിൽക്കുന്നത്. ആലോചിക്കണം മുഅ്മിനെ, നമ്മുടെ അയൽപക്കങ്ങൾ മുഴുവനും ഇന്ന് പിണങ്ങി നിൽക്കുന്നത് അതിരിന്റെ ചർച്ചയിലാണ്, അതിരിന്റെ പ്രശ്നത്തിലാണ്. നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചോദിക്കുമ്പോ ആ അയൽവാസിയെ പറ്റി പറയുമ്പോ അവരടുത്തേക്ക് ഞങ്ങൾ പോകാറില്ല. എന്തേ കാരണം? അവരും ഞങ്ങളും അതിരിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ സഹോദര, മരിച്ചു പോകുമ്പോ മനുഷ്യരെ നമ്മൾ എന്താ കൊണ്ടുപോവുക? നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ മുതലുകളും നമ്മുടെ മക്കൾക്കാണ്, നമുക്കൊന്നുമില്ല. 3 കഷ്ടം തുണി മാത്രമാണ് നമുക്കുള്ളത്. ആരാന്റെ മുതലുകൾ വെട്ടിപ്പൊടിപ്പിച്ചു ഇത് മുഴുവനും എന്റേതാണെന്ന് ആനന്ദത്തോടെ പറയുന്ന മനുഷ്യരെ, നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കിയ മുതലുകൾ മുഴുവനും തീയുടെ രൂപത്തിൽ ഒരു മാലയാക്കി നിങ്ങളുടെ കഴുത്തിൽ ചാർത്തുമ്പോ നിങ്ങൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് തിരിയാൻ കഴിയുന്നില്ല. ആളുകൾ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാഹുവേ, ആ മനുഷ്യൻ എന്ത് ശിക്ഷയാ നീ നൽകിയത്? അപ്പം അല്ലാഹ് പറയും, ദുനിയാവിൽ എന്റെ പാവപ്പെട്ട മനുഷ്യന്റെ മുതലെടുത്ത മനുഷ്യനാണത്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ആഖിറത്തിനെ നമ്മൾ മറന്നു, ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു. ഇനിയോ അല്ലാഹുവിന്റെ ഹബീബ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, മണിമന്ദിരങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ഖബറിനെ അവർ മറക്കുന്നതാണ്. ആലോചിക്കണം മുഅ്മിനെ, ഇത് പറയുന്നതെന്നാണ്? കേവലം ഈന്തപ്പനയുടെ ഓല കൊണ്ട് ചെറിയ ചെറ്റക്കുടിലുണ്ടാക്കി ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ ജീവിക്കുന്ന സ്വഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ സമുദായാംഗങ്ങളുടെ പ്രത്യേകത, അവർ വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, എന്നാൽ ഖബറിനെ അവരങ്ങ് മറക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ എന്റെ മനസ്സിലുള്ള ചിന്ത എന്താ? എന്റെ ഈ നാട്ടിലെ എല്ലാ വീടുകളെക്കാൾ വലിയൊരു വീട് എന്റെ വീടാവണം. എന്റെ അയൽവാസി നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീടുണ്ടാക്കി കൊടുത്ത എഞ്ചിനീയറെ കണ്ട് എന്റെ അയൽവാസിക്കുണ്ടാക്കിയ വീടിനേക്കാൾ നല്ലൊരു വിലപിടിപ്പുള്ള വീടിന്റെ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും നിങ്ങൾ എനിക്ക് തയ്യാറാക്കി തരണമെന്ന് പറയുന്ന തിരക്കാണ് നമുക്ക്. വീടുള്ളവർ തന്നെ ഉള്ള വീടുകൾ മോടി പിടിപ്പിച്ചുകൊണ്ട് ഓരോ വർഷത്തിലും വീടിങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പാവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, എത്രയോ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരെയും സഹായിക്കാൻ ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്നാൽ ആ മണിമന്ദിരങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നതാണ്. ഭാര്യ വിളിച്ചു പറയാണ് ഭർത്താവിനോട്, നോക്കി നിന്റെ സ്നേഹിതിക്ക് അവളുടെ ഭർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീട്, അതേ വീട് മതി നമുക്ക്. പാവം ഈ സാധു മനുഷ്യൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടു 10-25 വർഷക്കാലം അവിടെ നിന്ന് എല്ലാം ഒരുക്കി കൂട്ടി ഉണ്ടാക്കിയ ഒരു വീട്, ആ വീട് മോടി പിടിപ്പിക്കാൻ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തയ്യാറാവുകയാണ്. വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കുടിരിക്കല് പറയാൻ വേണ്ടി, കുടുംബത്തിലൊക്കെ പറയാൻ വേണ്ടി ഭാര്യയും ഭർത്താവും വേണ്ടി പോവാം. എല്ലാരോടും പറഞ്ഞു, പള്ളിയിലെ ഉസ്താദിനോടൊക്കെ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞാൽ വീടിന്റെ കുടിരിക്കല് നടക്കുക. ആ സമയത്താണ് സഹോദരന്മാരെ, അന്നത്തെ ദിവസം ഭാര്യയോടൊപ്പം തന്റെ ബെഡ്റൂമിൽ സുഖമായി ഉറങ്ങിയ മനുഷ്യന് സുബഹി നേരമായപ്പം ഭാര്യ എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. മൂപ്പരനങ്ങുന്നില്ല. എത്ര വിളിച്ചിട്ടും ശരീരം മുഴുവനും കുലുങ്ങുകയാണ്.
ഭാര്യയ്ക്ക് ബേജാറായി. ഇന്നലെ വരെ സന്തോഷത്തോടു കൂടെ ഉറങ്ങുന്നത് വരെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. എല്ലാം സന്തോഷത്തോടെ കിടന്നുറങ്ങിയ തന്റെ ഭർത്താവിന് എന്തു പറ്റി എന്ന് കരുതി ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് തന്റെ വീട്ടിലുള്ള കുടുംബക്കാരെ വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അയാള് മരിച്ചുപോയി. ആ തറവാടി വീടിന്റെ മുമ്പിൽ അതാ വർഷങ്ങളോളം അധ്വാനിച്ച് ഗൾഫിന്റെ മലിനാരുണ്യത്തിൽ ഒരുപാട് കട്ടട അനുഭവിച്ചുണ്ടാക്കിയ, അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കൊട്ടാര സാദൃശ്യമായ വീടുണ്ട്. പക്ഷേ ആ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ ആ സാധു മനുഷ്യന് കഴിയുന്നില്ല. അതല്ലേ അവസ്ഥ? എത്ര കണ്ടു സഹോദരന്മാരെ. അവസാനം ഈ ഭാര്യ പറയാം, മയ്യത്ത് പുതിയ വീട്ടിലൊന്ന് കെടുത്തിക്കൂടെ എന്ന് പറയുമ്പോൾ അത് നമ്മളെ വീട്ടിനതൊരു ശൂന്യക്കേടാവുന്ന പറഞ്ഞത്, തറവാട്ടിൽ തന്നെ കെടുത്തിയാൽ മതി. ആ സാധുവിന് അതിൽ പോലും കയറാനുള്ള ഒരു ഭാഗ്യമുണ്ടായില്ല. എത്ര ജീവിതം അങ്ങനെ അവസാനിച്ചു സഹോദരന്മാരെ. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ നമ്മൾ മറന്നതേതാ സഹോദരന്മാരെ? വയൻസൗനൽ ഖുബൂർ, ഖബറിനെ നമ്മൾ മറന്നുപോയി. നമ്മുടെ ഓരോ നാടുകളിലുമുള്ള മനോഹരമായ ഒരുപാട് പഴക്കങ്ങളുള്ള ജുമുഅത്ത് പള്ളികൾ നമ്മൾ കണ്ടവരല്ലേ? ആ ജുമുഅത്ത് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന ഉപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, ആ പള്ളിയുടെ ചാരത്തുകൂടെ പോകുന്ന റോട്ടിലൂടെ നടന്നു പോകുമ്പോ, വാഹനത്തിലൂടെ പോകുമ്പോ പള്ളിന്റെ മുമ്പിലതാ, പള്ളിപ്പറമ്പിലതാ മനോഹരമായ പലവിധ കല്ലുകൾ, മീസാൻ കല്ലുകൾ. ആ മീസാൻ കല്ലുകളൊക്കെ പള്ളിയുടെ അലങ്കാരത്തിന് വേണ്ടി പള്ളി കമ്മിറ്റിക്കാർ ഫിറ്റ് ചെയ്തതാണോ? അങ്ങനെ കരുതിയോ നമ്മൾ തോന്നിപ്പോകും. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി പോകുമ്പോ കൂട്ടുകാരന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ പറഞ്ഞ്, സ്വന്തം സുഹൃത്തിന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പള്ളിയിലേക്ക് വരെ കടന്നു പോകുമ്പോഴും തന്റെ ചാരത്ത് താൻ നടന്നു പോകുന്ന വഴിയിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ കാണുമ്പോ അസ്സലാമു അലൈക യാ അബീ എന്ന് സലാം പറയാൻ കഴിയാത്ത മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഖബറെന്ന് കേട്ടാൽ എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ? എത്രയെത്ര ആളുകൾ നമ്മുടെയൊക്കെ പള്ളിക്കാട്ടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരു വീട്ടിൽ മരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ആ വീടിന്റെ അവസ്ഥ? വീട്ടുകാരി ആ മനുഷ്യന്റെ ആ ശരീരം, ആ മയ്യിത്തത ഡൈനിങ് ഹാളിൽ വെക്കുകയാ. ആളുകളൊക്കെ വരുന്നു, അയാളെ സന്ദർശിക്കുന്നു, അവസാനം മയ്യിത്ത് കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. പള്ളിയിലെ ഉസ്താദുമാര് വരുന്നു, അയാളെ എടുത്ത് അയാൾക്ക് വേണ്ടി കൊണ്ടുവന്ന, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യിത്ത് കട്ടിലിലേക്ക് അയാളുടെ മയ്യിത്തങ്ങ് വെക്കുകയാ. ഇന്നലെ വരെ അങ്ങാടികളിലേക്ക് നടന്നുപോയ സഹോദരനാ, യാതൊരു രോഗവുമില്ലാത്ത മനുഷ്യനാ, ഇന്നയാൾ മയ്യിത്തായിട്ടുണ്ട്. അയാളുടെ കട്ടിലിൽ അയാളങ്ങ് കിടത്തിയിട്ട് പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോ എല്ലാവരും ആമീൻ പറയുകയാ. അവസാനം എല്ലാവരും കൂടെ താങ്ങിയിട്ട് ആ ഉപ്പയുടെ മയ്യിത്ത് ആ മയ്യിത്ത് കട്ടിലിൽ വെച്ചിട്ട് ആ മയ്യിത്ത് കട്ടിൽ യാത്ര പറയുകയാ പള്ളിക്കാട്ടിലേക്ക്. അതിങ്ങനെ നടന്നു പോകുമ്പോ മനുഷ്യന്മാരിങ്ങനെ പിടിച്ച് ആ മയ്യിത്ത് കട്ടിലുമായി പോകുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ മകനുണ്ട്, ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ആ പ്രിയപ്പെട്ട മകളുണ്ട്. പക്ഷേ മക്കളൊക്കെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വീടിന്റെ ജനാല തുറന്നിട്ടിട്ട് ഉപ്പാന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്നത് ഇങ്ങനെ കാണുകയാ. കരഞ്ഞു കരഞ്ഞു വല്ലാതെ വിഷമത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളോ, ആൺകുട്ടികളാണെങ്കിലോ ആ ഉപ്പാന്റെ മയ്യിത്ത് കട്ടിലിന്റെ കാലിങ്ങനെ പിടിച്ചിട്ടോ ആളുകളൊക്കെ ദിക്റ് ചൊല്ലിയിട്ട് പള്ളിയിലേക്കാണ് ആ ഉപ്പയെ കൊണ്ടുപോകുന്നത്. മനുഷ്യരെ വല്ലാത്തൊരു രംഗമല്ലേ അത്? പള്ളിയിലെത്തുന്നു, പള്ളിയിലെ മിഹ്റാബിന്റെ മുമ്പിൽ ആ ഉപ്പാന്റെ മയ്യിത്തങ്ങ് വെച്ചിട്ട് ആ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപ്പാക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിട്ടതാ പിന്നെ കൊണ്ടുപോകുന്നത് ആ ഉപ്പാക്ക് വേണ്ടി ഒരുക്കി വെച്ച, പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഖബറിലേക്കാണ്. ഖബർ കണ്ടവരല്ലേ സഹോദര നമ്മൾ? എന്താണ് ഖബറിന്റെ അവസ്ഥ? ഒരാൾക്ക് പോലും മര്യാദക്ക് കിടക്കാൻ കഴിയാത്ത ആ ഇടുങ്ങിയ മണ്ണറയല്ലേ ഖബർ. ആ ഖബറിലേക്ക് ആ മനുഷ്യനങ്ങ് വെക്കുന്ന രൂപമൊന്ന് ആലോചിച്ചു നോക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല സൽക്കാരത്തിന് പോകുമ്പോ പൗഡറിട്ട് പോയിരുന്ന പെങ്ങളാണെങ്കിൽ പോലും അവളുടെ കെട്ടുകൾ അയച്ചിട്ട്, അവളുടെ 3 കഷ്ടം കെട്ടിന്റെ ആ കെട്ടുകളൊക്കെ അയച്ചിട്ട് മുഖത്തിന്റെ ഭാഗത്ത് കുറച്ച് മണ്ണ് വെച്ച് മണ്ണിലാണ് പിന്നെ ആ ശരീരം വെക്കുന്നത്.
ഖബറിലങ്ങ് വെച്ചിട്ട് ഓരോ കല്ലും അങ്ങ് വെക്കുകയാം. ആ സമയത്ത് ആ മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോ ഖബറിന്റെ മുകളിൽ നിന്ന് ഖബറിലേക്ക് നോക്കുമ്പോ ആ മനുഷ്യൻ ധരിച്ചിട്ടുള്ള, ആ മനുഷ്യനെ ധരിപ്പിച്ചിട്ടുള്ള കഫംപുടയുടെ നിറം വെള്ള ശരിക്ക് കാണാം. പക്ഷേ ഓരോ കല്ലുകൾ വെക്കുമ്പോഴും ആ കഫംപുടയുടെ നിറം ഇരുളടയുകയാം. അവസാനത്തെ കല്ല് വെക്കാൻ ബാക്കി വരുമ്പോ എന്റെ മാന്യ മുഅ്മിനെ, ആരെങ്കിലും ആ ഖബറിലേക്ക് നോക്കിയോ? ഇന്നലെ വരെ നമ്മളോടൊപ്പം ചായക്കടയിലിരുന്ന് സൊറ പറഞ്ഞ സുഹൃത്തിന്റെ മയ്യിത്തല്ലേ അത്? ആ കഫംപുടയുടെ കളർ ഇരുണ്ടുപോയി. അവസാനത്തെ ആ മൂടുകല്ലും വെച്ചാൽ പിന്നെ ഈ ലോകത്തില്ല, പിന്നെ അയാളെ നമുക്ക് കാണുന്നില്ല. മക്കളാവട്ടെ ഭർത്താവട്ടെ ആരാവട്ടെ ആ ഉമ്മാന്റെ ഖബറിന്റെ അരികെ വെച്ചുകൊണ്ട് പിന്നെ പറയാനുള്ളത് ഓരോ പിടി മണ്ണ് വാരിയിട്ട് ആ ഖബറിലേക്ക് ഇടുകയാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. ഈ മണ്ണിലേക്ക് തന്നെ ഇതാ നിന്നെ മടക്കിയിരിക്കുന്നു. ഇനി ഒരു ദിവസം നിന്നെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് നമ്മൾ ഉരുവിടുന്നത്. വേറൊന്ന് പറയാനില്ല. ഇതാണ് മുഅ്മിനെ ഖബർ. ആ ഖബർ കണ്ടിട്ടാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ, തന്റെ വീടിന്റെ വഴിയോരങ്ങളിലൂടെ കടന്നു വരുമ്പോ ജന്നത്തുൽ ബഖീഅ കണ്ടിട്ട് കരഞ്ഞ മഹാനല്ലേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാണ് ഉസ്മാൻ തങ്ങൾ? ഉസ്മാനെ, അങ്ങേക്ക് സ്വർഗമുണ്ടെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖുൽ മസ്തൂഖായ സത്യവാന്മാരിൽ സത്യവാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, ഉസ്മാൻ എന്നവരെ അങ്ങേക്ക് സ്വർഗമുണ്ട് ട്ടോ. ആ ഉസ്മാൻ എന്നവരാണ് മദീനത്തെ ജന്നത്തുൽ ബഖീഅ കണ്ടിട്ട് കരഞ്ഞു പോയത്. സഹോദരന്മാരെ, ആർക്കാണ് പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ കരച്ചിൽ വരുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉപ്പാന്റെ വല്ലാത്ത മരണമോർത്തുകൊണ്ട് ഉപ്പാന്റെ ആണ്ടിന്റെ അന്നോ അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ഓരോ വെള്ളിയാഴ്ച രാവിലെങ്കിലും ഒരു സൂറത്ത് യാസീൻ ഓതിയിട്ട്, അല്ലാഹുവേ ഇതെന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കണേ, എന്റെ ഉപ്പ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്ത് യാസീനിന്റെ മഹത്വം കൊണ്ട് എന്റെ ഉപ്പാന്റെ ഖബറിൽ നിന്ന് അദാബിനെ ദൂരീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര സഹോദരിമാർക്കാണ് കഴിഞ്ഞത്? ഇന്ന് കരയുന്നത് എന്തിനാ സഹോദരന്മാരെ? ഉമ്മമാരെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വിലപിടിപ്പുള്ള 25 ഇഞ്ചിന്റെ വീതിയുള്ള മനോഹരമായ ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ടോ മക്കളെ പോലും മറ്റൊരു റൂമിലേക്ക് പഠനാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടോ നമ്മൾ അതിന്റെ മുമ്പിൽ ഇശാ മഗ്രിബിന്റെ ഇടയിലിരിക്കുകയാ. വല്യപ്പ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വല്യമ്മ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് കരയുകയാ. നേരത്തെ കരഞ്ഞിരുന്ന വല്യമ്മ ഖബറോർത്തിട്ടാണെങ്കിലോ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ സ്വർഗത്തിലെത്താൻ വേണ്ടി കരഞ്ഞ വല്യമ്മയാണെങ്കിൽ ഇന്ന് കരയുന്നത് എന്തിനാ സഹോദരന്മാരെ? സീരിയൽ നടനടിച്ചതിന്റെ പേരില് ആ പെണ്ണ് കരഞ്ഞപ്പോ കോടിക്കണക്കിന് രൂപ ആ പെണ്ണിന് കിട്ടും. അങ്ങനെ ഒരു കള്ളക്കരച്ചിൽ നടത്തിയാൽ ഇത് കണ്ടിട്ട് വിതുമ്പി വിതുമ്പി കരയുന്ന പ്രിയപ്പെട്ട വല്യമ്മ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ, സമയം ഉപയോഗപ്പെടുത്തണം സഹോദരന്മാരെ. ഇന്ന് കണ്ടവനെ നാളെ കാണൂല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ നാട്ടിൽ ഈ റമളാനിന്റെ 2 ദിവസം മുമ്പ് 45 വയസ്സുകാരനായ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. എങ്ങനെയാ മരിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, 1 മാസം മുമ്പ് അയാൾക്കൊരു പനി വരികയാ. അയാൾക്ക് നല്ല 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 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാ. ഒരു ചെറിയ പനി വന്നു. പനി വന്നപ്പം അയാൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പനി മാറുന്നില്ല. വല്ലാത്ത സംശയം. വീട്ടുകാർ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ മരുന്നുകൊണ്ട് ഈ പനി മാറേണ്ടതായിരുന്നു, എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ആ സഹോദരന്റെ രക്തമൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ അയാൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. പിന്നെ അയാളെ നേരെ വീട്ടുകാർ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കാണ്.
തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ 2 ആഴ്ച കിടന്നപ്പോയേക്ക് ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള രോഗമല്ല, ഏതോ കാലം തുടങ്ങിയ മരുന്ന് കുടിച്ച മനുഷ്യനല്ല, നല്ല ചെറുപ്പക്കാരനാ, ജോലിക്ക് പോയിരുന്ന നല്ല യുവാവാണ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ സഹോദരൻ മരിച്ചു. സഹോദരന്മാരെ, അയാളുടെ മയ്യത്ത് തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ ഇന്നത്തെ പ്രായമുള്ള ഉപ്പമാരുടെ കഥ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഉപ്പയുണ്ട്. ആ പ്രിയപ്പെട്ട ഉപ്പ 6 മാസം മുമ്പ് അയാളുടെ കൈകാലുകൾ കുഴഞ്ഞിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടു. അവസാനം പ്രഷർ തലയിൽ കയറിയതാണെന്ന് പറഞ്ഞു. സകല ഹോസ്പിറ്റലുകളിൽ നിന്നും മടക്കി വീട്ടിൽ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാ. ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടും മിണ്ടാൻ കഴിയുന്നില്ല, സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഒന്നിനും എല്ലാവിധ കഴിവും എല്ലാവിധ ചലനശേഷിയും നഷ്ടപ്പെട്ട് ഒരു രൂപം ഇങ്ങനെ കിടക്കുകയാ. 6 മാസമായി ആ മനുഷ്യൻ അവിടെ കിടക്കുന്നു. ആ മനുഷ്യനെ ശുശ്രൂഷിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരനായ 45 വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരനാ. ഉപ്പാക്ക് തണലായി ഉപ്പാന്റെ പ്രയാസം കണ്ടറിഞ്ഞ് ഉപ്പാന്റെ ചാരത്ത് എന്നും ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് അന്ന് വരെ അറിഞ്ഞില്ല. ആ ഉപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആ ചെറുപ്പക്കാരന്റെ ഖബറിലെ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4-മതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. സമ്പത്തിനെ അവർ ഇഷ്ടപ്പെട്ടവരാണോ, ഹിസാബിനെ, വിചാരണയുടെ ദിവസത്തെ അവർ മറന്നിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാത്ത ആളാരാണെന്ന് പറയുമ്പോ അയാൾക്ക് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു മടിയുണ്ടാകും, സ്വാഭാവികമാണ്. എന്താ ഇയാൾ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിക്കും നമ്മൾ. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് മടിയാണ്. കാരണം എന്തേ? ആളുകൾ അറിയൂലേ ഞാൻ ഇന്നലെ തറാവീഹ് നിസ്കരിക്കാത്തത്, എന്റെ സുഹൃത്തുക്കൾ അറിയൂലേ എന്ന് ചിന്തയുണ്ടെങ്കിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ മഹ്ശറ വൻസഭയിൽ അവന്റെ ശിക്ഷകൾ എഴുതിയ, അവന്റെ നന്മകൾ എഴുതിയ, അവന്റെ തിന്മകൾ എഴുതിയ ആ 7 കിതാബ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ വിചാരണ ചെയ്യുമ്പോ അവന് പറയാനൊന്നുമില്ല, അവന്റെ വായ സംസാരിക്കുന്നില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിന്റെ ഒരു ആയത്താണ് സഹോദരന്മാരെ. അന്നത്തെ ദിവസം അവന്റെ വായയെ നാം സീൽ ചെയ്യുന്നതാണ്. വായക്ക് മുണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല, അവന്റെ കരങ്ങൾ സംസാരിക്കുന്നതാണ്. അല്ലാഹുവേ, ഞാൻ ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയത്ത് വ്യഭിചാരം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് റബ്ബേ, കള്ളു കുടിക്കാൻ ഞാൻ എന്റെ കൈ ഉപയോഗിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് കൈ അവിടെ വിളിച്ചു പറയുമ്പോ വതശ്ഹദു അർജുലുഹും, അവന്റെ കാലതിന് സാക്ഷിയാണ് റബ്ബേ, ഞാനാണ് അതിലേക്ക് നടന്നത്, ഞാനതിന് സാക്ഷിയാണ് റബ്ബേ എന്ന് റബ്ബിനോട് ഓരോ മനുഷ്യനെ പറ്റിയും ചോദിക്കുന്ന ദിവസം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വട്ടിപ്പലിശക്ക് പണം കൊടുത്തിട്ട് മുതലാളിയാവാൻ ശ്രമിക്കുന്ന മുതലാളിമാരെ, ബോധം വരട്ടെ നമുക്ക്. പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് 1000 രൂപ എന്റെ കുടുംബത്തെ പോറ്റാൻ, എന്റെ ഭാര്യക്ക് അസുഖമാണ്, നിങ്ങൾ 1000 രൂപ തരണമെന്ന് പറയുമ്പോ 1000 രൂപയൊക്കെ തരാം, ഇന്ന ഡേറ്റിന് അത് തിരിച്ചു തരുമ്പോ നീ എനിക്ക് 1250 രൂപ തരണമെന്ന് പറയുന്നത് പലിശയാ സഹോദരാ. ആ പലിശ തിന്നവന് റബ്ബ് നാളെ ശരിക്കും ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ വന്നാൽ റബ്ബ് ചോദിക്കും, എവിടുന്നടോ ഇത് കിട്ടിയതോ, ഇത് ഏത് മാർഗത്തിലൂടെയാണ് നീ സംഭരിച്ചത്? അല്ലാഹു ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് സംഭരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ ഒന്നുമില്ലാത്ത കാലത്ത് പട്ടിണി കിടന്നിരുന്ന സ്വഹാബത്തിന്റെ മുമ്പിലാണ് ഇത് പറയുന്നത്. 5-മതായി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗന ഖാലിഖാ.
ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അവരുടെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ്, സൃഷ്ടാവിനെ മറക്കുന്നതാണ്. അവന് വേണ്ടത് അവന്റെ കളിക്കാരനെയാണ്, അവന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടതാരത്തെ പൂജിച്ച് നടക്കുന്ന മനുഷ്യനാണ്. അതിന്റെ നിസ്കാരം പ്രശ്നമല്ല, പാതിരാക്ക് ഉറക്കൊഴിച്ചെങ്കിലും അവനത് കണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ ഉമ്മമാരിവരെ മക്കളുടെ ഫുട്ബോൾ ഭ്രാന്തിന് അടിമപ്പെടുകയാണ് അറിയാതെ. എന്താ പ്രശ്നം? മകൻ വന്നിട്ട് പറയാണ്, ഉമ്മ എന്റെ ഇഷ്ടതാരത്തിന്റെ കളിയുണ്ട്, എന്റെ ക്ലബിന്റെ കളിയുണ്ട് ഇന്ന് രാത്രി, അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ക്ലബിൽ വരും, അതുകൊണ്ട് എനിക്കും എന്റെ ക്ലബിൽ പോകണം, അതുകൊണ്ട് ഉമ്മ 2 മണിക്കൊന്ന് എന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് വിളിക്കണം. പിന്നെ ഉമ്മാന്റെ മൊബൈലിൽ അലാറം വെച്ച് മകനെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമാകും. ആ സമയത്ത് ഉമ്മ എഴുന്നേറ്റിട്ട് വാതിലിൽ മുട്ടുകയാ, മോനെ നീ പറഞ്ഞ സമയമായിട്ടുണ്ട്, പോകുന്നില്ലേ? ഇന്നലെ വരെ സുബഹിന്റെ വാങ്ങിന്റെ അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നിസ്കാരപ്പായിലിരുന്നിട്ട് സുബഹി വാങ്ങിനെ പ്രതീക്ഷിച്ച് ദിക്ർ ചൊല്ലിയ ഉമ്മയാ, ഖുർആൻ ഓതിയ ഉമ്മയാ. ആ ഉമ്മ അതുവരെ താൻ കിടന്നിരുന്ന ബെഡ്റൂമിന്റെ അപ്പുറത്തെ ബെഡ്റൂമിൽ സുഖമായി ഉറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, 18 വയസ്സുകാരനായ 20 വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ വീടിന്റെ വാതിലിന്റെ അവന്റെ റൂമിന്റെ വാതിലൊന്ന് മുട്ടി, മോനെ സുബഹി ബാങ്ക് കൊടുത്തു, ഒന്ന് പള്ളിയിൽ പോയെന്ന് പറയാൻ മനസ്സ് വരാത്ത ഉമ്മയാണ്. 2 മണിക്ക് മകനെ വിളിക്കണമെന്ന് മകന് പറയുമ്പോ ഉമ്മ എഴുന്നേറ്റ് വാതിലിൽ മുട്ടിയിട്ട് മകനെ പറഞ്ഞയക്കുകയാ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സഹോദരന്മാരെ, അവനവന്റെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്നാൽ പോലും മോനെ ബാങ്ക് കൊടുക്കാനായില്ലേ, ഇനി നീ ഉറങ്ങല്ല, പള്ളിയിൽ പോയെന്ന് പറയാൻ പോലും ഉമ്മാക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും സൃഷ്ടികളെയാണ് സത്യത്തിൽ ഇഷ്ടം വെക്കുന്നത്. സൃഷ്ടാവിനെ മറന്നു. ആരാ സൃഷ്ടാവ്? ലോകത്തിന്റെ നാഥനാ. ലോകത്തെ ഈ കാണുന്ന പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി ഒതുക്കി തന്ന റബ്ബല്ലേ നമ്മുടെ റബ്ബ്. റബ്ബ് നമ്മളോട് പറഞ്ഞല്ലോ, ലൈൻ ശകർത്തും ലഅസീദന്നകും, അടിമ എന്നിലേക്ക് നന്ദി ചെയ്താൽ, എനിക്ക് നന്ദി ചെയ്താൽ അവന് ഞാൻ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. എന്തോ എന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഞാൻ അവന് നൽകുന്നതാ. എന്നാലോ അല്ലാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അവരെ അനുയായികൾക്കും പഠിപ്പിച്ച അതേ രൂപത്തിൽ റബ്ബ് പറയുകയാ നമ്മളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. ആരെങ്കിലും എന്നെ ധിക്കരിച്ചാലോ, അടിമ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ എന്റെ അനുഗ്രഹം അവന് വാരിക്കോരി നൽകുന്നതാ. ആരെങ്കിലും എന്നെ ധിക്കരിച്ച അടിമയാണോ? എന്നാൽ അടിമകളെ, മനുഷ്യരെ, എന്റെ ശിക്ഷ അതികഠിനമാണ് കേട്ടോ. ഇവിടെ ഓർക്കണം സഹോദരന്മാരെ, പൂർവകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ധിക്കാരികളുടെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഹാറൂനിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നല്ലോ. അയാളൊന്ന് ഉറങ്ങണമെങ്കിൽ അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ അയാളുടെ ബെഡിന്റെ ചാരത്ത് വന്ന് ഡാൻസ് കളിച്ചെങ്കിലേ ഉറക്കു വരുമായിരുന്നുള്ളൂ. അങ്ങനത്തെ വലിയ രാജാവായിരുന്ന ഹാറൂനിനെ ഭൂമി അങ്ങ് വിഴുങ്ങിയിട്ട് മനുഷ്യരെ പാഠമായി നമ്മളോട് റബ്ബ് പറഞ്ഞില്ലേ, തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഓ മനുഷ്യരെ, ഗർവ് നടിച്ച് അഹങ്കരിച്ച് കിബിർ നടിച്ച് നടക്കുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് എന്റെ സ്വർഗമില്ല, നാളത്തെ എന്റെ ഭവനം നിങ്ങൾക്കില്ല. ആർക്കാ മുഅ്മിനെ അല്ലാഹുവിന്റെ ഭവനമുള്ളത്? വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആർക്കാണ് വിജയമുള്ളത്? മുത്തഖീങ്ങൾക്ക്. ലഅല്ലകും തത്തഖൂൻ. നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കി കൊണ്ട് പറഞ്ഞതും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാനാണ് നോമ്പിനെ നമുക്ക് സമ്മാനമായി റബ്ബ് നൽകിയത്. അതുകൊണ്ട് ആ തഖ്വയുള്ളവർ ആളുകൾക്ക് മാത്രമേ അവസാന വിജയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ധിക്കാരികളെ ഓർക്കണം നമ്മൾ. അവർ ഈ ലോകത്ത് കടന്നു പോയതിന്റെ അടയാളം നമുക്ക് മുമ്പിലുണ്ട്. ഫറോവ ലോകത്ത് വന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ ഫറോവ. ഫറോവ പറഞ്ഞതെന്താ? അന റബ്ബുക്കുമുൽ ആഇല എന്ന് പറഞ്ഞ മനുഷ്യനാണ് മൂസ. അന്റെ റബ്ബിനേക്കാൾ വലിയ റബ്ബ് ഞാനാണടാ.
അവസാനം അയാൾ മരണത്തോട് മല്ലടിക്കുമ്പോ ആ ചെങ്കടലിൽ കിടന്ന് പിടയുമ്പോ അയാൾ വിളിച്ചു പറഞ്ഞു, ആമന്തു ബി റബ്ബി മൂസ, മൂസ നിന്റെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചു കൊള്ളാം. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, ഫല്ലൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം ധിക്കാരിയായ മനുഷ്യ എനിക്ക് തന്നില്ലേ? അന്നൊന്നും നീ എനിക്ക് ഈ ചിന്തയില്ലേ? ഇനി വേണ്ട, അന്നെ നമ്മൾ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ദൃഷ്ടാന്തമായി ഇവിടെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ. ഇനി നമ്മളോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി. 12:20 നമുക്ക് അവസാനിപ്പിക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ് 20 ആകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കണം. ഒരു 10 മിനിറ്റ് കൂടെ പറഞ്ഞ് 5 മിനിറ്റ് ദുആയോടുകൂടെ നമുക്ക് പിരിച്ചുവിടാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ സക്കറാത്തിന്റെ ഘട്ടം, മരിക്കാൻ കിടക്കുന്ന സമയം ആർക്കറിയാലോ? ഇപ്പാർക്കും അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും വായുവിന്റെ അസുഖം തുടങ്ങിയിരിക്കുന്നു. ആ മനുഷ്യന്റെ സ്ഥിതി എന്താ? ഒരുപാട് വെള്ളത്തിന് ആഗ്രഹമുള്ള സമയമല്ലേ? മജ്‌ലിസിലൂടെ നമ്മൾ മുഴക്കാറില്ലേ, ദാഹമൂത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. വല്ലാത്ത ഘട്ടമാണ് സക്കറാത്തിന്റെ ഘട്ടം. കടല് മുഴുവനും നമ്മുടെ മുമ്പിലേക്ക് വന്ന് കൊടുത്തു തന്നാലും നമ്മൾ അത് മുഴുവൻ കുടിച്ചാലും ദാഹം തീരാത്ത സമയമാണ് സക്കറാത്തിന്റെ ഘട്ടം. നമ്മൾ പറയും വായുവിന്റെ അസുഖമെന്നോ. അവിടെ ആ ഉമ്മാന്റെ മരണത്തോട് മല്ലടിക്കുന്ന ഉമ്മാന്റെ മക്കള്, ആ ഉമ്മാക്ക് വെള്ളം കൊഴുക്കുമ്പം വെള്ളം പുറത്തേക്ക് വരുന്നു, ഉമ്മാക്ക് ഇറക്കാൻ കഴിയുന്നില്ല. അതൊന്ന് തന്റെ വയറ്റിലേക്ക് കൊണ്ടുപോകാൻ ഉമ്മാക്ക് സാധിക്കുന്നില്ല. അവസാനം മക്കളതാ ഒരു ചെറിയ ശീലക്കഷ്ണത്തിൽ സംസം വെള്ളം മുക്കിയിട്ട് ഉമ്മാന്റെ ചുണ്ടത്തിങ്ങനെ പുരട്ടുകയാണ്. സക്കറാത്തിന്റെ ഘട്ടം. ആ സമയത്തതാ ഉമ്മാന്റെ 2 കണ്ണും മുകളിലേക്ക് അങ്ങ് പോവുകയാ. ഏതാണ് ആ രംഗമെന്നറിയോ? ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന രൂപം ഉമ്മ കാണാണ്. നല്ല മനുഷ്യനാണോ? നല്ല രൂപത്തിലാണ് ആ മലക്ക് വരിക. നല്ല മനുഷ്യനല്ല, തമ്മാടിയായ മനുഷ്യനാണോ? എന്നാൽ അവന്റെ അരികിലേക്ക് വിരൂപിയായ മനുഷ്യന്റെ രൂപത്തിൽ വരും. എന്നിട്ട് അവനോട് അവന്റെ റൂനങ്ങ് പിടിക്കാൻ നിൽക്കുമ്പോ അല്ലാഹുവോട് അവൻ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട് സഹോദരന്മാരെ, അതുവരെ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത മനുഷ്യനാ, ഒരു പരിപാടിക്കും ഒരു സംഭാവനയും കൊടുക്കാത്ത മനുഷ്യനാ. അന്നവിടെ വിളിച്ചു പറയും അവൻ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകുൻ മിനസ് സാലിഹീൻ. സക്കറാത്തിന്റെ ഘട്ടം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയമാ. ആ സമയത്ത് അവൻ പറയും, പടച്ച റബ്ബേ, നീ എന്നെ കുറച്ച് സമയത്തേക്ക് പിന്തിക്കുകയാണെങ്കിൽ ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്തു കൊള്ളാം എന്നൊക്കെ അല്ലാഹുവോട് അവനിങ്ങനെ പറയുമ്പോ അത് മക്കൾക്ക് കേൾക്കുന്നില്ല, ഭാര്യക്ക് കേൾക്കുന്നില്ല, ഭർത്താവിന് കേൾക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് റബ്ബ് അവനോട് പറയുകയാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലയോ മനുഷ്യ, അവധിയെത്തിയ മനുഷ്യന് ഒരു സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല. അതാണ് സഹോദരന്മാരെ മരണം. മരിക്കുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കുക. വിശുദ്ധമായ റമളാനല്ലേ? വിശുദ്ധമായ റമളാൻ വന്നിട്ട് വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന്റെ മഹത്വം അഭിവന്യരായ തങ്ങളവറുകൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ലേ സഹോദരന്മാരെ? ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഒരു ഖതമെങ്കിലും ഖുർആൻ തീർക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്ത തൗഫീഖാണ്. അതിന് പോലും സാധിക്കാത്തവരെ അത് വല്ലാത്ത ഘട്ടമാണ്. ഖുർആനിന്റെ മാസം വന്നപ്പോ നാളെ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്ന സമയം വരുമ്പോ, റബ്ബേ, വിശുദ്ധമായ റമളാനിന്റെ പകലിൽ, അല്ലാഹുവേ, റമളാനിന്റെ ദിനരാത്രങ്ങളിൽ അവനെന്നെ പാരായണം ചെയ്ത മനുഷ്യനാ, അതുകൊണ്ട് അവന് പൊറുക്കണേ അല്ലാ, അവന് നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ എന്ന് നാളെ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയണമെങ്കിൽ ഖുർആനിന്റെ ആളുകളാവണേ നമ്മൾ. ഖുർആൻ ഓതിയിട്ട് സമയങ്ങൾ നല്ലതിന് വേണ്ടി ചിലവഴിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിതാ
ഈ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി പെട്ടെന്ന് വരും. ഓരോ നമുക്കിനി പെരുന്നാളിന്റെ ആഘോഷത്തിനുള്ള തിരക്കാം, അതിനുള്ള സാധന സാമഗ്രികൾ ഒരുക്കുന്ന തിരക്കാം. അതൊക്കെ നടക്കുമ്പോഴും മാന്യ മുഅ്മിനുകളെ ഇബാദത്തിന് തടസ്സം വരരുത്, ഇബാദത്തിന് തടസ്സം വരരുത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചെറിയ സുന്നത്ത് കൂടി ഞാൻ പറയാം. നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഈ വിശുദ്ധ റമളാനിൽ അത് പരിപൂർണമായിട്ട് നിങ്ങൾ പാലിക്കണം. എന്നാൽ എന്താ കിട്ടുക? ഓരോ ഫർള് ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. റബ്ബ് പറഞ്ഞതെന്താ? ഞാൻ നേരത്തെ ഓതിയ ഹദീസ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അള്ളാഹിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് നിസ്കാരമുണ്ട്, അതൊന്ന് നിർവഹിക്കുക. അതുപോലെ തന്നെ ളുഹറിന്റെ ശേഷം 4 റക്അത്ത്, അസറിന്റെ മുമ്പ് 4 റക്അത്ത്, ഇശാഇന്റെ മഗ്രിബിന്റെ മുമ്പ് 2 ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2 ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. ഒന്നായിട്ട് എല്ലാ റക്അത്തുകളുടെ എണ്ണം 22 റക്അത്ത്. ഇത് സാധിക്കൂലെന്ന് കരുതുക. മുഅക്കദായ സുന്നത്തെങ്കിലും നിർവഹിക്കുക. ഏതാ മുഅക്കദായ സുന്നത്തൊന്ന് ശരിക്ക് കേൾക്കൂ. ളുഹറിന്റെ മുമ്പ് 2 ശേഷം 2. നിയ്യത്ത് വെക്കേണ്ടത് ളുഹറിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അസറിന് റവാത്തിബ് സുന്നത്ത് നിസ്കാരം മുഅക്കദായ സുന്നത്തില്ല. പിന്നെ മഗ്രിബിന്റെ ശേഷം 2, പിന്നെ ഇശാഇന്റെ ശേഷം 2, പിന്നെ സുബഹിയുടെ മുമ്പ് 2. ഇങ്ങനെ 4, 6, 8, 10 റക്അത്ത്. 10 റക്അത്ത് ളുഹറിന്റെ മുമ്പ് 2 ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇതാണ് മുഅക്കദായ റവാത്തിബ് സുന്നത്ത്. ഇതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി തിരക്കും മറ്റുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളവർ ഇതെങ്കിലും നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതുപോലെ ഉറങ്ങാൻ നേരത്ത് നമ്മൾ വെറുതെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വിലപിടിപ്പുള്ള മൊബൈലാണ്, അതിലിങ്ങനെ നെറ്റ് കണ്ട് അതിങ്ങനെ ആസ്വദിച്ച് കിടക്കുക. അതല്ല നിബിതങ്ങൾ പറഞ്ഞ കിടത്തം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരിപൂർണമായ ഒരു ഉളൂഓട് കൂടെ നമ്മുടെ ബെഡിലേക്ക് വരിക. ആ ബെഡ്ഷീറ്റ് ഒന്ന് കുടയുക, അതൊരു സുന്നത്താണ്. ഉളൂ എടുത്ത കൂലി നമുക്ക് കിട്ടി, ബെഡ്ഷീറ്റ് കുടഞ്ഞതിൻ്റെ കൂലി നമുക്ക് കിട്ടി. ഇത് റമളാനാവുമ്പോൾ ഫർള് ചെയ്ത കൂലി. ഇങ്ങനെയാണ് നമ്മൾ സമ്പത്തുണ്ടാക്കേണ്ടത്. ഓഫറുകളുടെ മാസമല്ലേ, ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. എന്നിട്ട് ആ ബെഡിലൊന്ന് ഇരിക്കട്ടെ കിടക്കുന്നതിന്റെ മുമ്പ്. എന്നിട്ട് അവൻ പാരായണം ചെയ്യട്ടെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ 1 വട്ടം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് 1 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 വട്ടം. പിന്നെ ആയത്തുൽ കുർസി 1 വട്ടം. നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ കുർസിയില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി, അത് 1 വട്ടം. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം. ഇത് ചൊല്ലിയതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 1 വട്ടം. എന്നിട്ടോ ഒരു 10 സലാത്ത് നബി തങ്ങളുടെ പേരിൽ 10 സലാത്തെങ്കിലും നമുക്ക് ചൊല്ലിക്കൂടെ? കൂടുതലൊന്നും പറയുന്നില്ല. അതും കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് 2 കൈയും ഉയർത്തിപ്പിടിച്ച കയ്യിലേക്കൊന്ന് ഊതുക എന്ന് പറഞ്ഞു ഊതിയിട്ട് ശരീരത്തിൽ അവന്റെ കൈ എത്തുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെ മുഴുവനും അവന്റെ കൈ കൊണ്ടൊന്ന് തടവട്ടെ. ആ തടവലും കൂടെ കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ബെഡിലേക്ക് അങ്ങ് വെക്കുമ്പോ, തലയിണയിലേക്ക് തലയങ്ങ് വെക്കുമ്പോ അവൻ പറയട്ടെ, ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദിക്റങ്ങ് ചൊല്ലി അവനൊന്ന് കിടന്നാൽ അവന് 70,000 മലക്കുകൾ അവന് കാവലിലാ. അവന്റെ ഒരു പിശാചും അവന്റെ ശരീരത്തിലേക്ക് കടന്നു കയറൂല. സുഖമായി ഉറങ്ങാൻ കഴിയും. ആ ഉറക്കത്തിലെങ്ങാനും അവൻ മരിച്ചാലോ, സുബ്ഹാനല്ലാഹ്, അവന്റെ റൂഹിനെ 70,000 മലക്കുകൾ ആനയിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് മാന്യ മുഅ്മിനുകളെ, ആ ഒരു അർത്ഥത്തിലുള്ള ജീവിതം
മാസം പരിശുദ്ധമായ റമളാനല്ലേ, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ സുന്നത്തുകളും നല്ല വിലപ്പെട്ട ഇബാദത്താണെന്ന് മനസ്സിലാക്കി അവസാനം അതൊക്കെ എണ്ണപ്പെടുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ വിശുദ്ധമായ റമളാനിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഇബാദത്ത് കൊണ്ട് മുഖരിതമാവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരികളോടും എന്നോടും വസിയ്യത്തായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്.